ആദിശങ്കരാചാര്യ ഭഗവത്പാദര് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പുനഃസ്ഥാപകനായിരുന്നു. അതേപോലെ തന്നെ ദ്വൈത സിദ്ധാന്തത്തിൻ്റെ മാധ്വാചാര്യർ ഇന്നത്തെ കർണാടക, പഴയ കേരളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഇന്നത്തെ കർണാടക എന്ന് പറയുന്ന ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. അവിടേക്കൊക്കെയുള്ള യാത്രകൾ അങ്ങനെ സുഗമമായിട്ടുള്ളൊരു യാത്രകളല്ല. വാഹന സൗകര്യം വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്കില്ല. അധികാര രാഷ്ട്രീയത്തിൻ്റെ ശക്തികൾ കൈയടക്കാനും ഇടപെടാനും സ്വാധീനിക്കാനും ഒക്കെ ശ്രമിക്കും. നമുക്ക് സർഗാത്മകമായിട്ട് എന്ത് ചെയ്യാനുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാവധാനമുള്ള ഒരു പ്രോസസ്സായിരുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര. ആ യാത്ര ക്രമേണ നമ്മളെ ഈ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയാണ് അതിൻ്റെ സംയോജനം മുഴുവൻ നിർവഹിച്ചത്. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഇടമായിട്ടുള്ള ശബരിമല ഒരു വിഷയമായി വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി സർഗാത്മകതയെ നമ്മൾ നിന്നിടത്തോളം ശരിയാണ്, അതിനെ കൂടുതൽ ഭംഗിയാക്കി, കൂടുതൽ എങ്ങനെ മികച്ച ശരിയിലേക്ക്. ഏത് പരമ്പരയിലെ ഏത് സമ്പ്രദായത്തിലെ ആചാര്യനാണെങ്കിലും ഒരു ദേവതയെ ഒരു സ്ഥലത്ത് വയ്ക്കുന്നത് ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായും സുഖമായും ഇരിക്കുക എന്നുള്ള ഒരു ആദേശത്തോട് കൂടിയിട്ടാണ്. സല്യൂട്ട് ഭാരത്. നമ്മുടെ ഇന്നത്തെ വരാന്ത ടോക്സിന്റെ അതിഥി തൻ്റെ ചിന്തയിൽ നിന്നും ചൈതന്യത്തിലേക്കും അവിടുന്ന് ജീവിതതത്വത്തിലേക്കും നമ്മളെ നയിക്കുന്ന ഒരു ആത്മീയ ആചാര്യൻ. മാത്രവുമല്ല, സനാതനധർമ്മത്തിൻ്റെ ഇന്നത്തെ ആധുനിക കേരളത്തിൻ്റെ പ്രവാചകൻ, കാലിക പീഠത്തിൻ്റെ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതി മഹാരാജ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാമി നമസ്തേ. ഞാൻ നേരിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു കാലത്ത് രാഷ്ട്രീയമായിട്ടും മാധ്യമപ്രവർത്തനത്തിലൂടെയൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സന്യാസിയുടെ ഒരു പോയിന്റിലേക്ക് എത്തുകയാണ്. ആ ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് പറയാമോ? പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിലേക്ക് വരുമ്പോൾ, ജീവിതത്തിന്റെ പല മേഖലയിലേക്ക് കടക്കുന്നതിലും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ടേണിംഗ് പോയിന്റ്, ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റിലൂടെ കടന്ന ആളുകളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാവധാനമുള്ള ഒരു പ്രോസസ്സായിരുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര. ആ യാത്ര ക്രമേണ നമ്മളെ ഈ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. കാരണം സജീവമായിട്ടുള്ള ഒരു പൊതു രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഏതാണ്ട് തുടർച്ച പോലെയാണ് മാധ്യമപ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുന്നത്. മാധ്യമപ്രവർത്തനത്തിലും ഇതിനു മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ നമ്മൾ നടത്തിയിരുന്ന യാത്രകളും ഒരുപാട് പല മേഖലകളിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ഇടപഴകലും ഒക്കെ ഓരോ സമയത്തും നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പല ധാരണകളും നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിൽ നിന്ന് ഒരുപാട് വികാസം, പിൽക്കാലത്ത് കൂടുതൽ അറിവുകളും അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ. അപ്പോൾ ഞാൻ ഭാരതത്തിലെ എല്ലായിടത്തും തന്നെ വളരെ ചെറുപ്പം മുതലേ ധാരാളം യാത്ര ചെയ്യുന്നൊരു ആളായിരുന്നു. ആ യാത്രകളിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൊബൈലിൽ എല്ലാ വിവരങ്ങളും കിട്ടും. അതെ. ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും താമസിക്കാനും ഭക്ഷണം അങ്ങനെയുള്ള വ്യവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഏത് തരത്തിലും എങ്ങനെ വേണമെങ്കിലും ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഹിമാലയം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഉൾഗ്രാമങ്ങൾ, അവിടേക്കൊക്കെയുള്ള യാത്രകൾ അങ്ങനെ സുഗമമായിട്ടുള്ളൊരു യാത്രകളല്ല. വാഹന സൗകര്യം വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്കില്ല. പല സ്ഥലത്തും താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല, ഭക്ഷണത്തിനുള്ള ഒരു സൗകര്യങ്ങളില്ല. അപ്പം ഇവിടെയൊക്കെ ഉത്തര ഭാരതത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ആശ്രയിക്കാവുന്ന വലിയ കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങൾ. അപ്പോൾ ഒരു സ്ഥലത്തൊരു ആശ്രമം ഉണ്ടെങ്കിൽ ആ ആശ്രമത്തിൽ പല ഭാഗത്ത് നിന്നുള്ള സന്യാസിമാരുണ്ടാവും. അപ്പോൾ അവർ ഓരോ സ്ഥലത്തെയും യാത്രകൾ, അവിടെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം തങ്ങാവുന്ന ആശ്രമത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തരും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏത് ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെയുള്ള യാത്രികരെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസം താമസിക്കാൻ, അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളിങ്ങനെ ഒരു ആധ്യാത്മികതയുടെയോ ആ ഒരു ആത്മീയമായിട്ടുള്ളൊരു പന്ഥാവിലുള്ള ആളല്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ തുറന്ന് പറയാറുണ്ട്. കാരണം അവരെ ഒരു ബുദ്ധിമുട്ടിലാക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു കബളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും ശരിയല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതൊന്നും അവിടെ ഒരു പ്രശ്നമായിട്ടില്ല. ഒരു വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് അതിനെ സ്വാഗതം ചെയ്യുക. പലപ്പോഴും ചാർവാകൻ പോലും നമുക്ക് ഋഷിയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്വാഗതം ചെയ്യുക. അപ്പോൾ അവരുടെ കൂടെ അവിടെ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ മര്യാദകൾ നമ്മൾ ശീലിക്കണം. നമ്മൾ അതിൻ്റെ ആ മര്യാദകൾക്കനുസരിച്ചിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഉള്ള ആരതി ചടങ്ങുകളിൽ, അവിടെയുള്ള ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങളിൽ, ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അവിടെ ഉണ്ട്. ഇപ്പോൾ പുറത്തൊന്നും കാര്യങ്ങൾ സന്ദർശിക്കാനൊന്നും പോയിട്ടില്ല. ആശ്രമത്തിലുണ്ടെങ്കിൽ നമ്മളതിൽ പങ്കെടുക്കും. അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ആ ഒരു ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും.
ചിലപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോവുക, പിന്നെ അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹിമാലയം കേദാറിലേക്ക് പോവുകയാണെങ്കിലായിരിക്കും ചിലപ്പോൾ ഋഷിയേശിൽ നമ്മൾ നിന്ന ആശ്രമത്തിലെ സ്വാമിജി പറയുക, പ്രായമായിട്ടുള്ള സ്വാമി ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാനും ഒന്ന് പോകണമെന്ന് വിചാരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭാരതീയ ശാസ്ത്ര പന്ഥാവിലെ വിവരങ്ങളാണ് സംസാരം മുഴുവൻ അത്തരം വിഷയങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ അതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നതല്ല, അതുവരെ നമ്മൾ അറിഞ്ഞിരുന്നതല്ല ഭാരതത്തിൻ്റെ ഒരു ശാസ്ത്ര പാരമ്പര്യം അല്ലെങ്കിൽ ഋഷിമാരുടെ പരമ്പര അത് ഉപദേശിച്ചത് എന്നുള്ള ഒരു തെളിച്ചം നമുക്കുണ്ടാവുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ വഴിയിലേക്ക് തിരിയുന്നതും. ആ വഴിയിലേക്ക് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ വലിയ സംഗമങ്ങളായിട്ടുള്ള കുംഭമേളകൾ, അത് 2001 തൊട്ടുള്ള കുംഭമേളകളിൽ ഏതാണ്ട് എല്ലാ കുംഭമേളകളിലും തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ്ട് മുഴുവൻ സമയമൊക്കെ തന്നെ ആ സന്യാസിമാരുമായിട്ടുള്ള കൂടുതൽ ഇടപെടലുകൾ. അപ്പം അങ്ങനെ ഒരുപാട് പരമ്പരകളും ആശ്രമങ്ങളും ഒക്കെ ഭാരതത്തിലുള്ളതിൽ നമ്മുടെ ഒരു പ്രകൃതവുമായിട്ട് കൂടുതൽ ചേർന്ന് പോകുന്നത് അഖാഡകളുടെ ഒരു വഴിയാണെന്നുള്ളത് കൊണ്ട് അഖാഡയുടെ ഭാഗമായിട്ട് ഈ നമ്മുടെ ഒരു പാത തെരഞ്ഞെടുത്തു. സ്വാമി ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകനായിരുന്നു, വിവർത്തകനായിരുന്നു, പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയായിരുന്നു. ഈ ഇടതിൽ നിന്നും ഇപ്പോൾ വലതെന്ന് ഞാൻ പറയുന്നില്ല, സന്യാസത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ ജീവിതത്തിലെ മാറ്റങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ലളിതമായിട്ടുള്ളൊരു വാചകത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകതയിൽ നിന്ന് സർഗാത്മകതയിലേക്ക് എന്ന് പറയാം, നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് എന്ന് പറയാം. ഒരു പൊതുവിൽ പാശ്ചാത്യമായിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ, സെമറ്റിക് സ്വഭാവത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെ അവരവരുടെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് നിഷേധാത്മകതയിലാണ്. ഉള്ളതിനെ തകർത്ത് കളയുക എന്നുള്ള രീതിയിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ മാർക്സിസ്റ്റ് ധാരയിലുള്ള പ്രവർത്തനങ്ങൾ, മാവോവാദി എന്നുള്ള രീതിയിലൊക്കെ അതിൻ്റെ ഒരു വരുന്ന രക്തരൂക്ഷിതമായിട്ടുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ എല്ലാം ഈ നിഷേധാത്മകതയിൽ ഊന്നി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി സർഗാത്മകതയെ നമ്മൾ നിന്നിടത്തോളം ശരിയാണ്, അതിനെ കൂടുതൽ ഭംഗിയാക്കി കൂടുതൽ എങ്ങനെ മികച്ച ശരിയിലേക്ക് പോകും. നമുക്ക് സർഗാത്മകമായിട്ട് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് മറ്റുള്ളവനെ വിമർശിക്കുകയോ എതിർക്കുകയോ കുറ്റം പറയുകയോ അല്ലാതെ നമുക്ക് സർഗാത്മകമായിട്ട് എന്ത് ചെയ്യാനുണ്ട്? അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ആന്തരികമായിട്ടുള്ള ലോകം പരിവർത്തനപ്പെട്ടു എന്നുള്ളതാണ്. ഈ സർഗാത്മകതയിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ ഇത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ടാണോ ഈ മാഘത്തെ തിരിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മാഘ മഹോത്സവത്തെ തിരിച്ചെത്തിച്ചത്? കാരണം നൂറ്റാണ്ടുകളോളം മുടങ്ങിക്കിടന്നൊരു വലിയൊരു ആചാരം അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നിമിത്തമായി മാറി, നിയോഗമായി മാറി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിലേക്ക് എത്താണ്ടായിരുന്നൊരു വഴി എന്തായിരുന്നു? അതെന്തായിരുന്നു? അതിൻ്റെ ഒരു ദർശനമായിട്ട് മാറിയതാണോ? എന്തായിരുന്നു? അതിൽ ഭാരതത്തിൽ കുംഭമേള ഏറ്റവും വലിയ വിശിഷ്ടമായിട്ടുള്ള ഒരു ധാർമ്മിക സംഗമമായിട്ട് നടക്കുന്നു. ആ കുംഭമേളയിൽ, കഴിഞ്ഞ മഹാകുംഭമേളയിൽ, പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ ദക്ഷിണ ഭാരതത്തിലെ പൗരാണികമായ സംസ്കൃതിയെ ഉത്തേജിപ്പിക്കുകയും ഉണർത്തുകയും സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക, ഇവിടെയുള്ള ആശ്രമങ്ങളെയും ആധ്യാത്മിക സംഘങ്ങളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, ഇത് ഉത്തരഭാരതത്തെയും ദക്ഷിണ ഭാരതത്തെയും പരസ്പരം പൗരാണികമായ കാലത്തേതുപോലെ ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു നിയോഗമാണ് അഖാഡകൾ നമുക്ക് ആ ഒരു പദവിയിലൂടെ നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണ ഭാരതത്തിൽ ഒരുപാട് യാത്ര ചെയ്തു. അങ്ങനെയുള്ള യാത്രകളുടെ ഇടയിലാണ് ഇവിടെ ഉത്തരഭാരതത്തിലെ കുംഭമേളകൾ പോലെ ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിലെ തിരുനാവായയിൽ നിലനിന്നിരുന്ന മാഘത്തിൻ്റെ ആചരണത്തെക്കുറിച്ച് ശ്രദ്ധയിൽ വരുന്നതും. പണ്ടും അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പം അതിനെ വീണ്ടും പൗരാണികമായിട്ടുള്ള ഒരു ഗരിമയിലേക്ക് പുനരാനയിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത വരുന്നത്. നമ്മളിലൊരു ചിന്ത വന്നു അല്ലെങ്കിൽ നമ്മളൊന്ന് ചെയ്തു എന്നുള്ളതിനേക്കല്ല കാണുന്നത്. അത് കാലവും പ്രകൃതിയും പരമ്പരയും അതിനെ ഉണർത്താൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച ഇതിൽ ഒരു നിയോഗമായിട്ട് നമ്മളുടെ ഒരു മാധ്യമം വന്നു ചേർന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നു. പിന്നെ ഇതിപ്പോ ജുനാഗാഡയുടെ മഹാമണ്ഡലേശ്വർ എന്നുള്ള മഹത് പദവിയിലാണ് അംഗീകരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ദക്ഷിണ ഭാരതത്തിലെ ജുനാഗാഡയുടെ പ്രവർത്തനത്തിലെ ഇനി ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? എന്തൊക്കെയാണ് ശരി പ്ലാനിങ്ങുകൾ നടന്നിട്ടുള്ളത്? അഖാഡകൾ എന്ന് പറയുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടാനും തയ്യാറായിട്ടുള്ള സന്യാസിമാരുടെ ഒരു സൈന്യ സംവിധാനം കൂടിയാണ്. അപ്പോൾ പൗരാണികമായിട്ടുള്ള കാലത്ത് ദക്ഷിണ ഭാരതത്തിലും അഖാഡകളിലെ സന്യാസിമാരും അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഭാരതത്തിൽ അധിനിവേശ ശക്തികളുടെ ആക്രമണം ശക്തമായപ്പോൾ മുഗളന്മാരുടെ, ഇസ്ലാമിസ്റ്റുകളുടെ, ഇവാഞ്ചലിസ്റ്റുകളുടെ, പാശ്ചാത്യരുടെ, ബ്രിട്ടീഷുകാരുടെ അങ്ങനെയുള്ള ആക്രമണങ്ങൾ, അതിൻ്റേതായിട്ടുള്ള സംസ്കൃതിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ വ്യാപകമായപ്പോൾ അത് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്ന ഉത്തരഭാരതത്തിലാണ്. ദക്ഷിണ ഭാരതത്തിൽ അങ്ങനെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ ആ തലത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഓരോ കുംഭമേളകൾ കഴിയുമ്പോഴും അഖാഡകളിലെ എല്ലാ സന്യാസിമാരും ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന കാശിയിലേക്കോ മധുരയിലേക്കോ അയോധ്യയിലേക്കോ ഗുരുശിഖറിലേക്കോ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് എല്ലാവരും ചേർന്ന് യാത്ര ചെയ്യും. പിന്നെ അവിടെ ഈ സൈന്യവും ഒക്കെ ആയിട്ടുള്ള യുദ്ധവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നടക്കുക. അപ്പം അങ്ങനെ ദക്ഷിണ ഭാരതത്തിലെ എല്ലാവരും തന്നെ ഉത്തര ഭാരതം കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടി വരികയും ദക്ഷിണ ഭാരതത്തിനുണ്ടായിരുന്ന ശാഖകളും അതിൻ്റെ ആശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ കാലക്രമത്തിൽ വിസ്മൃതമാവുകയുമാണ് ഉണ്ടായത്. അപ്പം അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക, ദക്ഷിണ ഭാരതത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളെയും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കുക, ധർമ്മ സംരക്ഷണത്തിനും ധർമ്മ പ്രചരണത്തിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്, ഒരു വലിയ കൂട്ടായ്മയിലേക്ക് കണ്ണി ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ദക്ഷിണ ഭാരതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയുള്ളത്. അഖാഡയുടെ ഒരു ശാഖ, ആ ശാഖയിൽ അഖാഡയുടെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള സന്യാസിമാരാവാനും അതിൻ്റെ സേവകരാവാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ നേടുന്നുള്ള സംവിധാനം, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഒരുക്കാനും, പിന്നെ പരിവ്രജനം ചെയ്യുന്ന സന്യാസിമാർ, പരിവ്രജനം ചെയ്യുന്ന സന്യാസിമാർക്ക് പൊതുവിൽ ഉത്തരഭാരതത്തിലൊക്കെ അങ്ങനെയുള്ള എല്ലാവർക്കും താമസം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ ശങ്കര ജന്മഭൂമിയിൽ അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്യാസിമാരും ഇങ്ങോട്ട് പരിവർത്തനം ചെയ്യാൻ അങ്ങനെ വരാറില്ല. അപ്പോൾ ആ കാര്യത്തിന് ഒരു പരിഹാരമായിട്ട് അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ, പരിവർത്തനം ചെയ്യുന്ന സന്യാസിമാർക്ക് ആ യാത്രാമധ്യേ വിശ്രമിക്കാനും അവരുടെ മറ്റ് വ്യവസ്ഥകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഒരുക്കുക. ഉത്തരഭാരതത്തിൽ കുംഭമേളകൾ, തീർത്ഥാടന, അമർനാഥ് തീർത്ഥാടനം, ചാർധാം യാത്ര തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ സാധുസേവയിലേക്ക് മലയാളികളുടെ, ശങ്കര ജന്മഭൂമിയിൽ നിന്നുള്ള കേരളീയരുടെ ഒരു പങ്കാളിത്തവും ഉണ്ടാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർപ്രവർത്തനങ്ങൾ. ഈ ആദിശങ്കരന്റെ ജന്മനാടാണത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇടതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് ഈ ആത്മീയതയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് പറയാൻ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഭാരതത്തിൻ്റെ ആചാര്യന്മാർ ഈ സംസ്കൃതിയെ നിലനിർത്തിയിരുന്ന, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സമാജത്തെ, ദേശത്തെ നിലനിർത്തിയിരുന്ന ഒരു പന്ഥാവ്. ആ പന്ഥാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, അതിൽ അടിയുറച്ചു നിന്ന് ആ ചിട്ട ശീലിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ കാണുന്ന, അല്ലെങ്കിൽ ഭാരതീയരിൽ കാണുന്ന എല്ലാ സവിശേഷതകളും ഉണ്ടായത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാനസികമായും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെയുള്ള വ്യത്യസ്തതകൾ പൗരാണിക ഭാരതത്തിൽ വലിയ കൂടുതലായിരുന്നു. ഇവിടെ അത്ര സമൃദ്ധി ഉണ്ടായിരുന്നു, അത്ര വലിയ അറിവുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായത് ഈ ഋഷി പരമ്പരയുടെ ഉപദേശമനുസരിച്ചിട്ടുള്ള പന്ഥാവിലൂടെ ജീവിച്ചത് കൊണ്ടാണ്. അതിനുശേഷം അധിനിവേശ സംസ്കൃതി വന്നപ്പോൾ അതിനൊക്കെ വലിയ ക്ഷീണം സംഭവിച്ചു. പലരും അത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ആ മാറിപ്പോയതിൻ്റെ എല്ലാ അപകടങ്ങളും വ്യക്തിഗതമായ തലത്തിലും കുടുംബപരമായ തലത്തിലും സാമാജികമായ തലത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ചിന്തിക്കുന്ന ആളുകൾ അത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുകയും ആ കാരണത്തിനെ മാറുക എന്നുള്ളത്, ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷം നിലനിൽക്കുന്നത് അതിൻ്റെ വേരുകളിലാണ്. വേരുകൾ കരുത്തുറ്റതാണെങ്കിൽ ശിഖരങ്ങളും ഫലങ്ങളും പൂക്കളും ഒക്കെ തല്ലിക്കൊഴിച്ചാലും പുതിയ കിളിർത്ത് വരും. പക്ഷെ വലിയ ശിഖരങ്ങളോടുകൂടിയും ഇലച്ചാർത്തുകളോടുകൂടിയൊക്കെ നിൽക്കുകയാണ്, അതിൻ്റെ വേര് മുറിച്ച് കളഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഇലയൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ കൊഴിഞ്ഞ് ഉണങ്ങി പോകും. അപ്പം അങ്ങനെ മുറിച്ച് മാറ്റപ്പെട്ട അല്ലെങ്കിൽ ക്ഷയിക്കപ്പെട്ട വേരുകളെ കുറിച്ച് ഇന്നത്തെ സമൂഹം തിരിച്ചറിയുകയും അതിന് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന സാഹചര്യം.